അതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പാക്ട്നെസ് ആൻഡ് കണ്ടിന്യൂറ്റിയാണ്. അതായത് നമ്മൾ ആദ്യം പറയുന്നത് തിയറം 6.6 ആണ്. ലെറ്റ് എക്സ് ബി എ കോമ്പാക്ട് സ്പേസ്, വൈ എ സബ് സ്പേസ് ആൻഡ് എഫ് ഫ്രം എക്സ് ടു വൈ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം എക്സ് ഓൺ ടു വൈ ആണ്. ദെൻ വൈ ഈസ് കോമ്പാക്റ്റ്. നമ്മൾ ആ തിയറം പറയുന്നതെന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് എന്തുണ്ട്, ഒരു കോമ്പാക്റ്റ് സ്പേസ് ഉണ്ട്. വൈ എന്ന് പറയുന്ന ഒരു സബ് സ്പേസ് ഉണ്ട്. അവിടെ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ആ ഫംഗ്ഷൻ എന്താണ്, ഓൺ ടൂമാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിലും ചോദിക്കാം. എന്ത്, കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കോമ്പാക്റ്റ് സെറ്റ് കോമ്പാക്റ്റ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതേണ്ട ഈ സെയിം പ്രൂഫ് തന്നെയാണ്. ഇനി നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. നമ്മൾ അതിനുവേണ്ടി എന്ത് വിചാരിക്കുന്നു, സപ്പോസ് എക്സ് ഈസ് കോമ്പാക്റ്റ് തന്നേക്കുന്ന കണ്ടീഷനിലായിരിക്കും എക്സ് കോമ്പാക്റ്റ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, കണ്ടിന്യൂസ് ഓൺ ടു ഫംഗ്ഷനാണ്. അങ്ങനെ നമ്മൾ എന്തെടുക്കുന്നു, തീറ്റ എന്ന് പറയുന്ന ഒരു ഓപ്പൺ കവർ എടുക്കുന്നു ഫോർ വൈ. കാരണം നമുക്ക് വൈ ആണ് എന്താണെന്ന് പറയേണ്ടത്, കോമ്പാക്റ്റ് എന്ന് പറയേണ്ടത്. അതുകൊണ്ട് നമ്മൾ വൈക്ക് ഒരു ഓപ്പൺ കവർ ഉണ്ട്. അതെന്തെടുക്കുന്നു, സ്ക്രിപ്റ്റ് ഒ അല്ലെങ്കിൽ തീറ്റ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്രിപ്റ്റ് ഒയിലെ ഓരോ എലമെൻറ്റിനെ നമ്മൾ സ്മോൾ ലെറ്റർ ഒ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഫോർ ഈച്ച് ഒ എലമെൻറ്റ് സ്ക്രിപ്റ്റ് ഒ എഫ് ഇൻവേഴ്സ് ഓഫ് എ ഈസ് ഓപ്പൺ. ഈ സ്ക്രിപ്റ്റ് ഒ എന്ന് പറഞ്ഞാൽ ഓപ്പൺ കവർ ആയതുകൊണ്ട് ഓപ്പൺ കവറിലെ എല്ലാ എലമെൻറ്റുകളും ഓപ്പൺ സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് ഒ എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ്റെ, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഒരു ഓപ്പൺ സെറ്റിന് എടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിരിക്കും. ഓപ്പൺ സെറ്റിൻ്റെയൊക്കെ ഡെഫിനിഷനാണ് നമ്മളന്ന് പഠിച്ചേക്കുന്നത്, ഓപ്പൺ ആവാനുള്ള കണ്ടീഷനൊക്കെയാണിത്. ഇനി നമ്മളിപ്പോൾ എടുത്തു വെച്ചേക്കുന്നില്ലേ, നമ്മൾ പുതിയൊരു ഓപ്പൺ കവർ വൈക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. അതിനെ നമ്മൾ തീറ്റ സ്റ്റാർ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഒയുടെ സ്റ്റാർ എന്ത് വേണമെങ്കിലും വായിക്കാം. തീറ്റ സ്റ്റാർ സച്ച് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ എഫ് ഇൻവേഴ്സ് ഓഫ് ഒ സച്ച് ദാറ്റ് ഒ എലമെൻറ്റ് തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റ് ഒ എന്ന് തീറ്റ എന്ന് ഞാൻ മാറി തിരിഞ്ഞ് വിളിക്കുന്നുണ്ട്, കൺഫ്യൂഷൻ ആവരുത്. എന്താണ് തീറ്റ സ്റ്റാർ എന്ന് പറഞ്ഞാൽ, എന്താണ് സെറ്റ് ഓഫ് ഓൾ എഫ് ഇൻവേഴ്സ് ഓയുടെ കളക്ഷനാണ്. എന്ന് വെച്ചാൽ എഫ് ഇൻവേഴ്സ് ഓ എന്താണ്, ഓപ്പൺ ആണ്. എന്ന് വെച്ചാൽ ഓപ്പൺ സെറ്റുകളുടെ കളക്ഷനാണ്. എന്തിനകത്ത്, എന്ത്, ആ ഓയുടെ കണ്ടീഷൻ എന്താണ്, ഓ എവിടെ കാണണം, സ്ക്രിപ്റ്റ് ഓയിൽ കാണണം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്നത് ഈസ് എൻ ഓപ്പൺ കവർ ഫോർ എക്സ്. ഇതെന്തായാലും എന്തിനെ കവർ ചെയ്യും, എക്സിനെ വീണ്ടും കവർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്ത്, നമുക്ക് പറയാം തീറ്റ സ്റ്റാർ അല്ല, എക്സ് കോമ്പാക്റ്റ് ആണ് നമുക്കറിയാം. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ തീറ്റ സ്റ്റാർ എന്തിൻ്റെ ഓപ്പൺ കവറാണ്, എക്സിൻ്റെ ഓപ്പൺ കവറാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, തീറ്റ സ്റ്റാറിന് എന്തായാലും ഒരു ഫൈനൈറ്റ് ഓപ്പൺ കവർ കാണും. കാരണം നമ്മൾ പഠിച്ചപ്പോൾ ഉണ്ട്, കോമ്പാക്റ്റ് ആണെങ്കിൽ എന്ത്, അതിനെ കണ്ടെയ്ൻ ചെയ്താൽ ഫൈനൈറ്റ് സബ് കവർ അതിന് കാണണം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, തീറ്റ സ്റ്റാറിന് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് പറയാൻ പറ്റും. തീറ്റ സ്റ്റാറിൻ്റെ ഫൈനൈറ്റ് സബ് കവർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു എങ്ങനെ, സെറ്റ് ഓഫ് ഓൾ എഫ് ഇൻവേഴ്സ് ഓഫ് ഒ ഐ സച്ച് ദാറ്റ് ഐ ഈക്വൽ ടു 1 to n. ഫൈനൈറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് 1 മുതൽ n വരെ വേരി ചെയ്യുന്നതെന്ന് കാണിച്ചിരിക്കുന്നത്. n എത്ര വേണമെങ്കിലും ആവാം. ബി ദ കറസ്പോണ്ടിങ് ഫൈനൈറ്റ് സബ് കവർ ഓഫ് എക്സ്. എന്ത്, അതിന് നമ്മൾ കറസ്പോണ്ടിങ് ഫൈനൈറ്റ് സബ് കവർ ഓഫ് എക്സ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. അങ്ങനെ നമുക്ക് എക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എക്സ് എന്തായാലും അപ്പോൾ ഈ സബ് കവറുകളുടെ എല്ലാം കൂടെ യൂണിയൻ ആയിട്ട് നിൽക്കും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു യൂണിയൻ ഐ ഫ്രം 1 to n എഫ് ഇൻവേഴ്സ് ഓഫ് ഒ ഐ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നല്ലേ. കാരണം ഓൺ ടു ഫംഗ്ഷൻ ആണ്, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതുന്നു, വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ അങ്ങോട്ട് കൊടുക്കുന്നു. എന്ത്, യൂണിയൻ ഐ ഫ്രം 1 to n എഫ് ഇൻവേഴ്സ് ഓഫ് ഒ ഐ. യൂണിയനും ഫംഗ്ഷനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർചേഞ്ച് ചെയ്യാം, കണ്ടിന്യൂസ് ഫംഗ്ഷനൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, യൂണിയൻ ഐ ഫ്രം 1 to n എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഒ ഐ. എഫും എഫ് ഇൻവേഴ്സും ഒന്നിച്ച് കിടക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും, അത് വെട്ടിപ്പോവും. അപ്പോൾ എന്ത് കിട്ടും, യൂണിയൻ ഐ ഈക്വൽ ടു 1 to n ഒ ഐ എന്ന് കിട്ടും. എന്ന് വെച്ചാൽ വൈയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി, യൂണിയൻ ഓഫ് എന്താണ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് എന്ത്, ഓപ്പൺ സെറ്റുകളായിട്ട് എഴുതാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ഒ ഐ സെറ്റ് ദാറ്റ് ഐ ഫ്രം 1 to n എന്താണെന്ന് കിട്ടി, ഫൈനൈറ്റ് സബ് കവർ ഓഫ് ഐ ആണെന്ന് കിട്ടി. എവിടെ നിന്നുണ്ടായതാണ്, ഡിറൈവ്ഡ് ഫ്രം സ്ക്രിപ്റ്റ് ഒ, അല്ലെങ്കിൽ നമ്മൾ തീറ്റ എന്നോ സ്ക്രിപ്റ്റ് ഒ എന്നോ വിളിച്ച് വെച്ചാൽ ആദ്യത്തെ സെറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഒരു ഫൈനൈറ്റ് സബ് കവറിനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് പറയാം, വൈ കോമ്പാക്റ്റ് ആണെന്ന് പറയാം. നമ്മൾ നോക്കാൻ പോകുന്നത് ആ തിയറത്തിൻ്റെ തന്നെ കൊറോളറിയാണ്, കൊറോളറി 1. അവിടെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് എന്തുണ്ട്, ഒരു കോമ്പാക്റ്റ് സ്പേസ് ഉണ്ട്. എഫ് എന്ന് പറയുന്നത് എന്തുണ്ട്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട്. അത് എക്സിൽ നിന്ന് വൈയിലേക്ക് പോകുന്നു. ആ ഫംഗ്ഷൻ എന്താണ്, ഓൺ ടു ആണ്. അങ്ങനെയാണെങ്കിൽ ഇമേജ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, കോമ്പാക്റ്റ് സബ്സെറ്റ് ഓഫ് വൈ ആയിരിക്കും. എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് എന്താണെന്ന് പറയണം, കോമ്പാക്റ്റ് ആണെന്ന് പറയണം. നമുക്ക് ഇതിൻ്റെ പ്രൂഫ് വേറെ വലുതായിട്ടൊന്നുമില്ല. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ അതേ സെയിം പ്രൂഫ്, ഒരു മാറ്റവും ഇല്ല. നമ്മൾ എവിടെയൊക്കെ വൈ എന്ന് എഴുതിയോ അവിടെ എല്ലാം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്താൽ മതി, എഫ് ഓഫ് എക്സ് എന്ന് റീപ്ലേസ് ചെയ്താൽ മതി. കാരണം നമ്മളവിടെ ആ മൊത്തത്തിലുള്ള എന്ത് കോഡൊമൈനെ വൈയെ മൊത്തത്തിൽ എടുക്കുന്നില്ല, നമ്മുടെ റേഞ്ച് എങ്ങോട്ട് മാത്രമായിട്ട് എടുക്കുന്നു,
അല്ല നമ്മുടെ കോഡൊമൈൻ ആയിട്ട് നമ്മൾ ആ റേഞ്ച് സെറ്റ് ചെയ്യാൻ മാത്രം എടുക്കുന്നു. അപ്പോൾ എന്താവും, മറ്റേ നേരത്തെ പറഞ്ഞ അതേ തിയറം ആവും. അപ്പം ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ടാണ് സെയിം പ്രൂഫ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നത്. അതിൻ്റെ കൂടെ അതിൻ്റെ കൊറോളറി 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോമ്പാക്ട്നെസ് ഈസ് ടോപ്പോളജിക്കലി ഇൻവേരിയൻറ്റ്. കോമ്പാക്ട്നെസ് ടോപ്പോളജിക്കലി ഇൻവേരിയൻ്റ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ സെയിം പ്രൂഫ് എഴുതി വെച്ചാൽ മതി, വേറെ മാറ്റമൊന്നുമില്ല. സോ ഈ രണ്ട് കൊറോളറി ചോദിച്ചാലും ഈ സെയിം പ്രൂഫ് അതേപോലെ എഴുതി വെച്ചാൽ മതി. ഇപ്പം എന്താണ്, കൊറോളറി 1 ചോദിച്ചു നിങ്ങൾക്ക് y = f(x) എന്ന് മാറ്റിയില്ല എങ്കിൽ പോലും ആ സെയിം പ്രൂഫ് എഴുതി വെച്ചാലും മാർക്ക് തരും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് തിയറം 6.7 ആണ്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ലെറ്റ് എക്സ് ബി എ കോമ്പാക്റ്റ് സ്പേസ് ആൻഡ് വൈ എ ഹൗസ് ഡോർ സ്പേസ് ആൻഡ് എഫ് ഫ്രം എക്സ് ടു വൈ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ദെൻ എഫ് ഈസ് ക്ലോസ്ഡ്. നമുക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോമ്പാക്റ്റ് സ്പേസ് ആണ്. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹൗസ് ഡോർ സ്പേസ് ആണ്. ഹൗസ് ഡോഫിൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈയിലെ 2 പോയിൻറ്റ്സ് എടുത്താൽ ഏത് സെറ്റാണോ ഹൗസ് ഡോഫ് എന്ന് പറയുന്നത് അതിനകത്ത് 2 പോയിൻറ്റ്സ് എടുത്താൽ അതിനെ രണ്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന 2 ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഹൗസ് ഡോഫിൻ്റെ ഡെഫിനിഷൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞതാണ്. ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് വെച്ചാൽ എഫ് ഫ്രം എക്സ് ടു വൈ കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ആണെന്ന് പറയണം, എഫ് ക്ലോസ്ഡ് ആണെന്ന് പറയണം. അതിനുവേണ്ടി നമ്മൾ എന്ത് എടുക്കുന്നു, പ്രൂഫാണ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ സി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സെറ്റ് എവിടെ നിന്ന് എടുക്കുന്നു, എക്സിൽ നിന്ന് എടുക്കുന്നു. നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്, എഫ് ഓഫ് സി ക്ലോസ്ഡ് ആണെന്ന് തെളിയിക്കണം. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ ക്ലോസ്ഡ് സെറ്റ് ക്ലോസ്ഡ് ആണെന്ന് തെളിയിക്കണം. നമുക്ക് എക്സ് കോമ്പാക്റ്റ് ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ സിയും കോമ്പാക്റ്റ് ആവും. സി കോമ്പാക്റ്റ് ആവുന്ന തിയറം 6.3 നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അത് വെച്ചാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത്, സി കോമ്പാക്റ്റ് ആണെന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പാക്റ്റ് സ്പേസിൻ്റെ ക്ലോസ്ഡ് സബ്സെറ്റുകളെല്ലാം എന്തായിരിക്കും, കോമ്പാക്റ്റ് ആയിരിക്കും. അതാണ് 6.3 പറയുന്നത്. അതേപോലെ എഫ് കണ്ടിന്യൂസുമാണ്. എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഉറപ്പായിട്ടും എഫ് ഓഫ് സി എന്തായിരിക്കും, കോമ്പാക്റ്റ് സബ്സെറ്റ് ഓഫ് ഐ ആയിരിക്കും. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ തിയറം. അതിൻ്റെ കൊറോളറി 1 വേണം വെച്ച് വേണമെങ്കിലും പറയാം. തിയറം 6.6 എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ വൈ എന്താവും, ഹൗസ് ഡോർ സ്പേസ് ആവും. കാരണം എഫ് ഓഫ് സി ക്ലോസ്ഡ് ആണ്. വൈ ഹൗസ് ഡോഫ് ആയതുകൊണ്ടും അതേപോലെ നമുക്ക് കിട്ടിയ എഫ് ഓഫ് സി എന്താണ്, കോമ്പാക്റ്റ് സബ് സ്പേസ് ആയതുകൊണ്ടും എന്ത്, എഫ് ഓഫ് സി ക്ലോസ്ഡ് സബ് സ്പേസ് ആണെന്ന് പറയാം. ഇത് പറയും നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച തിയറം 6.4 വെച്ചാണ്. അന്നേരം നമുക്ക് എന്താണെന്ന് കിട്ടി, എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സബ് സ്പേസ് ആണെന്ന് കിട്ടി. അതായത് ഒരു സെറ്റ് എടുത്തു, അതിൻ്റെ എന്ത് കണ്ടിന്യൂസ് ഇമേജ് എടുത്തപ്പോൾ ഒരു ക്ലോസ്ഡ് സെറ്റ് എടുത്തു, അതിൻ്റെ കണ്ടിന്യൂസ് ഇമേജ് എന്തായിട്ട് കിട്ടി, ക്ലോസ്ഡ് ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, ക്ലോസ്ഡ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, എഫ് ഈസ് ക്ലോസ്ഡ് എന്ന് പറയാൻ പറ്റും.